ചിന്തിച്ച കൊലോസ്യ ലേഖനത്തിനകത്തു നിന്നും ഒരു ദൈവിക ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്ന് കിടക്കുന്നുകൊണ്ട് ആ വിഷയം ഒന്ന് ചിന്തിച്ച ശേഷം നമുക്ക് ചില വിഷയത്തിന് വേണ്ടി നമുക്ക് വളരെ ഗൗരവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളും കർത്താവിൻ്റെ അരുളപ്പാടുകളും ആശ്വാസകരമായ നിലയിലാണ് നമ്മെ ഓരോ ദിവസങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത്. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യവും 29-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യവും 29-ാമത്തെ വാക്യം. ഇത് 2 വാക്യം ഒന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്ന ആ ദൈവിക വെളിപ്പാടാണ് വായിച്ചാൽ. ഏത് മനുഷ്യനെയും ആ പദമാണ് ഒന്ന് പറയാമോ ചേർന്ന്? ഏത് ടൈപ്പിൽപ്പെട്ട മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും അടുത്ത വാക്യം ഏതു മനുഷ്യനോടും അപ്പോൾ ആ വാക്ക് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക, ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുക, ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും സംസാരിക്കുക. അപ്പൊ നിങ്ങൾ ആ വാക്യത്തിന്റെ വെളിപ്പാട് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് ദാസനായ പൗലോസ് എപ്പഫ്രാത്തോസിനോട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയ സഹപുത്രനായ എപ്പഫ്രാസിനോട് പഠിപ്പിച്ചുവല്ലോ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് എപ്പഫ്രാസിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ കൊലോസ്യ സഭയാണ്. അവയെ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ എഫെസോസിൽ നിന്നും 100 മൈൽ മാത്രം ദൂരമുള്ള കൊലോസ്യ പട്ടണത്തിന്റെ വിശേഷപരമായ വെളിപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രശംസിച്ചുകൊണ്ട് അവർ ദൈവത്തിനു നിൽക്കുന്ന വെളിപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ ലേഖനം പഠിപ്പിക്കുന്ന കാര്യം. അപ്പൊ എന്റെ ഇന്ന് രാവിലത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ 95 വാക്യങ്ങളുള്ള 4 അധ്യായമുള്ള ഈ കൊലോസ്യ ലേഖനത്തിന്റെ വെളിപ്പാടുകൾ പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ച ഘടകം ദൈവത്തിന്റെ ആത്മാവിനെ ഏതു മനുഷ്യനെയും എന്താക്കണം? തികഞ്ഞവനാക്കി നിർത്തണം. നമ്മുടെ ഉപവാസ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സഭാകരണം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കൂട്ടായ്മ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കുഞ്ഞു കേസലുകളോ അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പുകളോ ഒക്കെ എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ സകല മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക എന്നുള്ളതാണ്. സ്വതന്ത്രം. അപ്പൊ അപൂർണനെ എന്താക്കണം? പൂർണ്ണനാക്കി മാറ്റണം. 2 അശക്തനെ എന്താക്കണം? ശക്തനാക്കി മാറ്റണം. ബലഹീനനെ എന്താക്കണം? ബലവാനാക്കി മാറ്റണം. താഴ്ചയുള്ളവനെ ഉയർച്ചവനാക്കി മാറ്റണം. രോഗിയെ അവനെ രോഗമില്ലാത്തവനാക്കി മാറ്റണം. ശൂന്യനെ ദൈവാത്മാവ് നിറവുള്ളവനാക്കി മാറ്റണം. ഇങ്ങനെ ദൈവാത്മാവ് ഈ ലേഖനത്തിൽ കൂടി നമ്മൾ സംസാരിക്കുന്ന വാക്ക് ഇല്ലാത്തവനെ ഉണ്ടെന്ന് പറയുന്ന വാക്യമാണ്. സംതിങ് അല്ലെങ്കിൽ നത്തിങ്ങിനെ സംതിങ് ആക്കി മാറ്റുക, ശൂന്യനെ അവൻ നിറച്ചു നിർത്തുക എന്നുള്ളതാകുന്നു ഈ വാക്യത്തിന്റെ വെളിപ്പാട്. കരങ്ങളെ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അപ്പോൾ ക്രിസ്തുവിനകത്ത് ഒരു വ്യക്തി തികഞ്ഞവനാക്കി മാറ്റുക. ഞാൻ ആ വാക്കിന് ഒരു പ്രാവശ്യം കൂടി ആ വാക്ക് ആവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ സ്തോത്രം 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഈ പദം ചിന്തിക്കാം. 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യം ഏതൊക്കെ കാര്യത്തിലാണ് ക്രിസ്തുവിനെ പിതാവാം ദൈവം ആദ്യം അവനെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അവനെ തികഞ്ഞവനാക്കി എന്ന പദം 15-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം പ്ലീസ്. പ്രതിമയും അടുത്ത വാക്യം ക്രിസ്തുവിനെ സകല സൃഷ്ടിക്കും എന്താക്കി മാറ്റി. അപ്പോൾ സൃഷ്ടിച്ചപ്പോൾ അവൻ ആദ്യജാതനെ സൃഷ്ടിച്ചു. അർത്ഥം കുറവുള്ളവനായിട്ടല്ല സൃഷ്ടിച്ചത്, നിറവുള്ളവനായിട്ട് സൃഷ്ടിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് ഏതൊക്കെ വിഷയത്തിലാണ് ക്രിസ്തുവിനെ തികഞ്ഞവനാക്കി
സൃഷ്ടിച്ചത്. വായിച്ചാട്ടെ, വായിച്ചോ. സിംഹാസനങ്ങളാകട്ടെ, വായിച്ചോ. ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലം അവൻ മുഖാന്തരം. ഇത് നോക്കൂ, ഒന്നാമത്തെ കാര്യം, സ്വർഗീയ വിഷയത്തിനകത്ത് ക്രിസ്തുവിനെ ആരാക്കി വെച്ചു? പറഞ്ഞേ, തികഞ്ഞവനാക്കി. അപ്പൊ എന്തിനാക്കണം? പൂർണ്ണനാക്കി നിർത്തി. സ്വർഗീയ കാര്യങ്ങൾ ക്രിസ്തുവിനെ എന്താക്കി മാറ്റി? തികഞ്ഞവനാക്കി. അടുത്ത ഭൂമിയിലുള്ള വിഷയത്തിൽ ക്രിസ്തുവിനെ എന്താക്കി മാറ്റി? തികഞ്ഞവനാക്കി. ഇനി ദൃശ്യമായ വിഷയങ്ങളിലും ക്രിസ്തുവിനെ തികഞ്ഞവനാക്കി. നാലാമത്തെ വാക്ക്, അദൃശ്യമായ കാര്യത്തിലും ക്രിസ്തുവിനെ തികഞ്ഞവനാക്കി മാറ്റി. സിംഹാസനത്തിന്റെ വിഷയത്തിനകത്ത് ക്രിസ്തുവിനെ തികഞ്ഞവനാക്കി മാറ്റി. കർത്തൃത്വങ്ങളുടെ വിഷയത്തിനകത്ത് ക്രിസ്തുവിനെ തികഞ്ഞവനാക്കി. അവൻ വാഴ്ചകൾ വെളിപ്പെട്ടു നിൽക്കുന്ന അതിനേക്കാൾ അധികാരത്തിൽ ക്രിസ്തുവിനെ തികഞ്ഞവനാക്കി മാറ്റി. അപ്പോൾ ഇത്രയും വിഷയത്തിനകത്ത് ക്രിസ്തുവിനെ ആരാക്കി മാറ്റി? തികഞ്ഞവനാക്കി മാറ്റി. ഇനി ക്രിസ്തുവിന്റെ ചോര നമുക്ക് ലഭിച്ചപ്പോൾ ആ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവന് പറഞ്ഞ് ആരാക്കുന്നു? അപ്പൊ നമ്പർ 1, സ്വർഗീയ കാര്യങ്ങൾക്ക് എന്താക്കി? 2, 3, 4, അഞ്ചാമത്തെ കാര്യം, ആറാമത്തെ കാര്യം, ഏഴാമത്തെ കാര്യം. അപ്പൊ 7 കാര്യത്തിന് ക്രിസ്തുവിന് എന്താക്കി? അപ്പൊ 7 എന്ന് പറയുമ്പോൾ എന്താണ് ആന്റി? പൂർണ്ണതയല്ലേ? അല്ലെ, സോറി, പൂർണ്ണതയല്ലേ? അപ്പോൾ ക്രിസ്തുവിനെ സകല സമ്പൂർണ്ണനാക്കി മാറ്റി. പിതാവ് ദൈവം. അപ്പൊ അവൻ ആദ്യ സൃഷ്ടിയാണ്, സൃഷ്ടിപ്പിന്റെ ആദ്യ മകടമാണ്. അപ്പൊ ആദ്യമേ സൃഷ്ടിച്ചപ്പോൾ 7 കാര്യത്തിൽ ക്രിസ്തുവിനെ തികഞ്ഞവനാക്കി മാറ്റി. അവൻ തികഞ്ഞവനാക്കി ക്രിസ്തുവിനെ 7 വിഷയത്തിലാക്കിയപ്പോൾ അവന് വിശ്വസിക്കുന്ന, അവൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്നെയും ക്രിസ്തുവിന്റെ രക്തത്താൽ എന്താക്കി മാറ്റി? തികഞ്ഞവനാക്കി മാറ്റി. ഇപ്പോൾ ഞാൻ ആരാകാൻ പാടില്ല? അപൂർണൻ എന്ന വിഷയത്തിൽ കുറവുള്ളവനാക്കി തീർക്കാൻ പാടില്ല. മനസ്സിലായവർ മാത്രം സ്വന്തം ചെയ്യാമോ? ആമേൻ. അപ്പൊ അവിടെ നോക്കണം, ഇന്ന് നമ്മെ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിഷയത്തിനകത്ത് എന്താ അതിന്റെ പർപ്പസ്? സ്വർഗീയ കാര്യങ്ങളിലാണ് നമ്മൾ ആദ്യത്തെ പോയത്. പറഞ്ഞേ, നമ്മൾ എന്തിനായി പ്രാർത്ഥിക്കുന്നത്? നമുക്കൊരു മെറ്റീരിയൽസ് പർപ്പസ് പ്രയർ ഉണ്ട്. ഏതാ? നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ തക്കമുള്ള വിഷയമായിട്ടുള്ള കുറെ പ്രാർത്ഥന വിഷയമുണ്ട്. അത് വേണ്ടതല്ല, അത് പ്രാർത്ഥിക്കണം. അതിനകത്ത് ഏറ്റവും മുന്തിയ വിഷയം ഏതാണ്? സ്വർഗീയ വിഷയത്തിൽ എന്നെ ആരാക്കണം? തികഞ്ഞവനാക്കണം. അതൊന്ന് പഠിക്കണം കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. സ്വർഗീയ വിഷയത്തിൽ ഞാൻ ആരാകണം? തികഞ്ഞവനാകണം. സ്വർഗീയ വിഷയത്തിൽ ഞാൻ തികഞ്ഞവനാകാത്ത കാലമത്രയും ഭൂമിയുള്ള വിഷയത്തിനകത്ത് ഞാൻ ആരല്ല? തികഞ്ഞവനാകത്തില്ല. ഇന്നത്തെ കാലത്തെ പ്രാർത്ഥന വിഷയം എന്താണ്? അല്ലെ, അത് സത്യമാണ്. ഭൂമിയുടെ വിഷയത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ഏത് വിഷയത്തിന് പൂർണ്ണത ഉണ്ടാകുന്നില്ല? സ്വർഗീയ വിഷയത്തിനകത്ത് അവൻ പൂർണ്ണനാകുന്നില്ല. സ്വർഗീയ വിഷയത്തിനകത്ത് പൂർണ്ണനാകാത്ത കാലമത്രയും ഭൂമിയുടെ വിഷയത്തിന് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും ആ വ്യക്തി പൂർണ്ണനാകാൻ സാധ്യത കുറവാണ്. മനസ്സിലായവരെ ഇന്ന് രാവിലെ കാര്യം സ്തോത്രം ചെയ്യാം. അവർ ഓർക്കണം, ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ ചൊവ്വാഴ്ച പകൽ നാം ദൈവസന്നിധി വരുമ്പോൾ ആദ്യത്തെ പ്രാർത്ഥന വിഷയമാണ് എന്താണ്? സ്വർഗീയ വിഷയത്തിനകത്ത് ദൈവമേ നീ ഞാനാക്കണം, സമ്പൂർണ്ണാക്കണം. സമ്പൂർണ്ണാക്കണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത ചിന്ത സ്വർഗീയ വിഷയത്തിന് മാത്രമല്ല, ഭൂമിയുള്ള വിഷയത്തിനകത്ത് നമ്മൾ ആരാകും? സമ്പൂർണ്ണനാകും, പൂർണ്ണാകും. അപ്പൊ എവിടെ നമുക്ക് ആത്മീയ കുളത്തിൽ പരാജയം വന്നു? സ്വർഗീയ വിഷയത്തിൽ നാം പരാജയം വന്നു. ഇത് നോക്കി, അതിന് അല്പം കൂടി ഒന്ന് മനസ്സിലാക്കി തരാം. വായിച്ചേ, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേരാമോ? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം കൂടെ പ്ലീസ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും
ദേഹവും അശേഷങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അണിഞ്ഞ മകം വെളിപ്പെടുമാറാകട്ടെ. ആത്മീക വിടുതൽ, ശാരീരിക വിടുതൽ, പ്രാണന വിടുതൽ, ശരീരത്തെ വിടുതൽ. അപ്പൊ 3 വിടുതൽ. ഒന്ന് ഫസ്റ്റ് വൺ ആത്മീക വിടുതൽ, രണ്ടാമത്തെ വിടുതൽ പ്രാണന വിടുതൽ, മൂന്നാമത്തെ വിടുതലാകുന്നു ദേഹം അല്ലെങ്കിൽ ശരീരത്തെ വിടുതൽ. ഈ 3 കാര്യത്തിനകത്തും ഏറ്റവും മുൻപന്തി നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് എന്റെ ആത്മീക വിഷയത്തിനകത്ത് വിടുതലാണ്. അപ്പൊ ഏറ്റവും കർത്താവ് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന വിഷയം എന്താണ്? ആത്മീക വിടുതലാണ്. അപ്പൊ ദൈവ ഇഷ്ടമുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സ്വർഗീയ വിഷയത്തിനകത്ത് എന്നെ പൂർണ്ണനാക്കി നിർത്തണമേ എന്ന് ഈ പകൽ നാം അറിയാതെയോ അറിഞ്ഞോ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ നമുക്കറിയാവുന്ന വാക്യം ഒരു പ്രാവശ്യം കൂടി വിഷയം വന്നതുകൊണ്ട് വായിക്കാം. 19 തീത്തോസ് 2:19 ഇല്ലേ? ഇല്ല. 9 വാക്യം വായിച്ചു. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അനുകരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും തലയായവനിൽ നിന്നല്ലോ തല ആരാ? ക്രിസ്തു എന്ന തലയായവൻ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും നരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ തല, ക്രിസ്തു, ആത്മീയ വിഷയം. അപ്പൊ ക്രിസ്തു എന്ന ആത്മീയ വിഷയമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചെങ്കില് ആ തലയായ ക്രിസ്തു എന്ന ആത്മീയ ശബ്ദത്തിൽ നിന്നും ഈ താഴോട്ട് വിളിറങ്ങാം. ഈ താഴോട്ട് വിളിറങ്ങുമ്പോൾ അത് നരമ്പിലേക്കും അത് നാടിയിലോട്ടും അത് അസ്ഥികളിലോട്ടും അത് സകലത് വ്യാപരിച്ചിട്ട് അവ ശരീരത്തിന്റെ ചിതറിക്കിടക്കുന്ന ആരോഗ്യത്തെ മൊത്തം ഒന്നിപ്പിച്ച് ഏകീഭവിച്ച് ആ വളർച്ചയ്ക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിൽ വളർച്ച പ്രാപിക്കുക ചെയ്യുന്നു. ഇതിനർത്ഥം ഭൂമിയുടെ വിഷയമല്ല പ്രാർത്ഥിച്ചത്, സ്വർഗീയ വിഷയമാണ് പ്രാർത്ഥിച്ചത്. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ടോ? പക്ഷെ എവിടെയൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് എവിടെ പ്രാർത്ഥന വെളിപ്പെട്ടു, ഉപവാസം ഏതിലേക്ക് ഫോക്കസ് ചെയ്തു, ആരാധന. ഞാൻ പറയട്ടെ, ഈ സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞ് വിവരിച്ച് വെളിപ്പാട് പുസ്തകം ഒക്കെ പറഞ്ഞ് വിവരിച്ച് ആരാധിപ്പാന്നൊക്കെ താല്പര്യപ്പെട്ടാൽ അധികം ഒരു കയ്യടിയൊന്നും അധികമൊന്നും വരാൻ സാധ്യത കുറവാണ്, അല്ലെ? വരാൻ സാധ്യതകൾ കുറവാണ്. എന്നാൽ യശാപ്രവാചന പുസ്തകത്തിലോ ഉൽപ്പത്തി പുസ്തകത്തിന്റെ വിഷയത്തിൽ കിടക്കുന്ന പ്രവചനങ്ങളോ എടുത്തു പറഞ്ഞ് നമ്മൾ ഇന്ന കാര്യങ്ങൾക്ക് ദൈവാത്മാവ് നമ്മെ അത്ഭുതമാക്കി മാറ്റുമെന്നുള്ള വാക്ക് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം മുഴുവനും കൈയടിക്കാനും അന്യഭാഷ പറയാനും ഭയങ്കര പ്രചോദനം ലഭിക്കും. കാഴ്ചപ്പാടുകളും മംഗലിപ്പിക്കുന്ന ഈ ഒരു കൂട്ടം ശക്തികൾ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നമ്മുടെ കണ്ണിന് മുമ്പിൽ വലിച്ചിരിക്കുമ്പോൾ തന്നെ ശുദ്ധം ചെയ്ത് മയക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വിഷയങ്ങൾക്ക് ഡിസോർഡർ സംഭവിച്ചുവെങ്കിൽ ഈ രാവിലെ സമയം ആരാധിക്കുന്ന മക്കളാ നമുക്ക് ഈ വർഷം പ്രാർത്ഥനയെ പറയാ, എന്നെ സ്വർഗീയ വിഷയത്തിന് പൂർണ്ണമാക്കി മാറ്റണം. എന്നെ അങ്ങനെയെങ്കിൽ എന്റെ ഭൂമിയുടെ വിഷയത്തിനകത്ത് എന്റെ ദൈവം പൂർണ്ണമാക്കി മാറ്റും. കരമടിച്ചു നാൽമാരി ശോഭത്തോടെ പറയാമോ, ഈ വർഷം പ്രാർത്ഥനയിൽ അവനെ ആത്മീക വിഷയത്തിനെ പൂർണ്ണമാക്കി മാറ്റുമ്പോൾ പിന്നെ സാധാരണ ചോദ്യം നിൽപ്പാനോ അവൻ ലോകശക്തിക്ക് ചോദ്യം നിൽപ്പാനോ കഴിയത്തില്ല. അവൻ തലയായ ക്രിസ്തുവിനോ ശരീരത്തിനകത്തേക്ക് ആത്മീകമായ ചൈതന്യം പ്രാപിച്ച് ഏകീകരിക്കത്തക്കവണ്ണമുള്ളതോ അവൻ അഭിഷേകത്തിന്റെ ശക്തി എന്നകത്തേക്ക് വെളിപ്പെട്ടുകൊണ്ടിരുന്ന എന്റെ ക്ഷീണമായി ആത്മീക ഓജസ് കൊണ്ട് എന്നെ കാപ്പുകയും അത് വന്നപ്പോൾ ക്രിസ്തുവിനെ ഭൂമിയുടെ വിഷയത്തിനകത്തും ആരാക്കി മാറ്റി, പൂർണ്ണാക്കി മാറ്റി. അതുകൊണ്ടാണ് ഈ 24 സങ്കീർത്തനം 1 വായിക്കാം. 1-ാമത്തെ വാക്യം.
24 സങ്കീർത്തനം 1 വാക്യം ഒന്ന് ചിന്തിച്ചാട്ടെ. 24 സങ്കീർത്തനം 1. ആ, പക്ഷെ നമ്മളിപ്പോ എന്ത് പറയുന്നു? നമ്മൾ പ്രാർത്ഥന വിഷയം എന്താക്കി മാറ്റി? ഭൂമി വിഷയമാക്കി മാറ്റി. കർത്താവ് എന്ന വാക്ക് ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളുമെല്ലാം ആരുടെ വകയാണ്? യഹോവയുടെ വകയാണ്. അപ്പൊ ആരെ മുഖത്തെ നോക്കരുത്? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയെന്നാണ്. എന്ന് പറഞ്ഞാല് എന്റെ കണ്ണിന് സ്വർഗത്തിന്റെ മുഖത്തേക്ക് നോക്കിയാണ്. ഞാൻ എങ്ങോട്ടും നോക്കുന്നില്ല, ഭൂമിയിലേക്ക് നോക്കുന്നില്ല, സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവ എന്ന് വരുന്നു. ഇന്ന് രാവിലെ എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, എന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല. ഒന്ന് കരമടിച്ചത് പറഞ്ഞാട്ട് അവൻ പലപ്പോഴും ഭൂമിയുടെ വിഷയങ്ങളിൽ ഞാൻ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കാൽ വഴുതുന്നു, പലപ്പോഴും മനസ്സ് പതറുന്നു, പലപ്പോഴും കണ്ണുകൾ ഇടറുന്നു, പലപ്പോഴും കൈകൾ ഉറയ്ക്കുന്നു, പലപ്പോഴും മാനസികമായി വ്യാകുലപ്പെടുന്നു. എന്നാൽ എനിക്ക് സ്വർഗത്തിലെ വെളിപ്പാടുകൾ എനിക്കൊന്ന് പ്രാപിച്ചാൽ സ്വർഗം ഓടി സ്വന്തമാണ്. ഭൂമി അവൻ മനുഷ്യർക്ക് വേണ്ടി സൗജന്യമായി പാർക്കുവാൻ വന്നിരിക്കുന്നു. ആ ഭൂമിയുടെ അവകാശങ്ങൾ സ്വർഗത്തിന്റെ അവകാശം ദൈവത്തിലാകുമ്പോൾ എനിക്ക് പൂർണ്ണമായ ക്രിസ്തുവിനെ ലഭിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ബാക്കി മുഴുവൻ ഭാഗിക്കാൻ കഴിയൂ. അപ്പോൾ ക്രിസ്തുവിനെ സ്വർഗീയ വിഷയത്തിനകത്ത് പിതാവ് ദൈവം എന്താക്കി? പൂർണ്ണനാക്കി. ക്രിസ്തുവിനെ ഭൂമിയുടെ വിഷയത്തിനകത്ത് എന്താക്കി? പൂർണ്ണാക്കി. അതുകൊണ്ടാണ് പാമ്പ് വന്ന് പറഞ്ഞ, അല്ലെ, സാത്താൻ വന്ന് പറഞ്ഞ വാക്ക് കല്ലിന് അപ്പമാകാൻ. അറിയാതെ യേശു എന്ത് വന്നിട്ടുണ്ട്? പറഞ്ഞേ, ഒരു ചിരി വന്നു, അല്ലെ. പിന്നെ പറയുന്നതാണ് വേണ്ടത് പറഞ്ഞ വാക്ക് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? നീ എന്നെ വീണൊന്ന് നമസ്കരിച്ച ഈ നോക്ക് നിനക്ക് തരാമെന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? അവൻ ആലയത്തിന്റെ ഗോപുരത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ഭൂമി മൊത്തം കാണിച്ചെന്ന് പറഞ്ഞ വാക്കാണ് നീ എന്നെ എന്ത് ചെയ്യാം? അവൻ നമസ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ 3 ഭാഗം വന്നപ്പോൾ, ഈ 3 പരീക്ഷ വന്നപ്പോഴും യേശു എന്റെ ചിന്തയിൽ പറഞ്ഞാൽ നോക്കി ചിരിച്ചു. ചിരിച്ച കാര്യം എന്താ? ഇത് ആരെ വകയാ? എന്റെ വക. ഇതാരെ വകയാ? എന്റെ വകയാണ്. പിതാവ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വകയാണ്. നീ ഇന്നലെ വന്നവനാണ്, നീ പൊട്ട അണലിയാണ്, നീ പൊട്ട ചിന്തയാണ്. എന്റെ യഹോവ, എന്റെ പിതാവ് ദൈവം എന്നെ സൃഷ്ടിച്ചത്, ആ നിങ്ങളെ സൃഷ്ടിക്കുന്നത് ആദ്യമേ സൃഷ്ടിച്ചതാണ്. എന്നെ ഈ ഭൂമിയിലെ സ്വർഗത്തിന് അധികാരം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നോടാണോ നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചൂണ്ടി കാണിച്ചു തരുന്നത്? മനസ്സിലാവാൻ പറഞ്ഞാൽ പിടികിട്ടിയാണോ? അപ്പൊ നമ്മുടെ പ്രാർത്ഥന സ്റ്റൈലുകൾക്ക് മാറ്റം ഉണ്ടാകണ്ടേ? വേണോ? വേണ്ടേ? വേണ്ടേ? അല്ലേ, നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈലിൽ വ്യത്യാസം ഉണ്ടാകണ്ടേ? അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കി. 7 വിഷയമുണ്ട്. 7 വിഷയത്തിന് ഡീപ്പായി പ്രസംഗിക്കുന്നില്ല, കമ്പി ഭാഗത്ത് മാത്രം. ദൈവം അനുവദിക്കും. മറ്റൊരു ദിവസം നമുക്ക് കൊലോസിൽ പഠിക്കുമ്പോൾ ആ വിഷയം പറയാം. 1, ക്രിസ്തുവിനെ പിതാവ് ദൈവം സ്വർഗത്തിന്റെ സകല സമ്പൂർണമാക്കി വെച്ചു. 2, ആ ക്രിസ്തുവിനെ ഭൂമിയുള്ള സകല വിഷയത്തെ എന്താക്കി വെച്ചു? ഇനി ദൃശ്യമായത് അദൃശ്യമായത്. എന്താ അർത്ഥം? കാണുന്ന വിഷയം. അതിനകത്ത് യേശു ആരാ? അപ്പൊ ഇവിടുത്തെ ചക്കയായിരുന്നാലും മാങ്ങയായിരുന്നാലും തേങ്ങയായിരുന്നാലും ഈ ഭൂമിയിലുള്ള ഇത് സകല ദൃശ്യമായിട്ട് മനുഷ്യർക്ക് അനുഭവിക്കേണ്ട സാധനത്തിന്റെ അവകാശം ആരാ? പറഞ്ഞേ, ക്രിസ്തുവല്ലേ? ഹലോ, സ്വന്തം മനസ്സാകുന്നുണ്ടോ? വിഷയം മനസ്സാകുന്നുണ്ടോ? സ്വർഗത്തിന്റെ അവൻ പൂർണ്ണനാക്കി, ഭൂമിയുടെ വിഷയത്തിനകത്ത് ക്രിസ്തുവിനെ പൂർണ്ണനാക്കി, ദൃശ്യമായ വിഷയത്തിനകത്ത് യേശു എന്താക്കി മാറ്റി? പൂർണ്ണാക്കി മാറ്റി. അപ്പൊ ഓർത്തോണം, നമ്മെയും ദൈവം എന്താക്കി വെച്ചിട്ടുണ്ട്? അതാണ് വിഷയം. ഇത് നമ്മൾ പലപ്പോഴും അറിയാത്തത് കൊണ്ട് നമ്മൾ പറയും, കർത്താവേ ഞാൻ ചാരമാണ്, ഞാൻ കൃമിയാണ്, പറഞ്ഞേ, പറ, പൊടിയാണ്, പറയാറില്ലേ? നമ്മൾ അറിയാതെ പറയുന്നവരൊക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പ്രാർത്ഥിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം 2 വിഷയം ചേർക്കാൻ, അമീബയാണ്, ഫംഗസാന്ന് പറയുന്നത്. എന്നാൽ അതാകുമ്പോൾ അതിനെക്കാട്ടി എളുപ്പമുണ്ട്. നമ്മൾ അതൊന്നുമല്ല. ക്രിസ്തുവിന്റെ ചോര നമ്മൾ ഇരിക്കുന്ന കാലം അത്രയും. ഇപ്പോ ഇവിടെ സാം ഇവിടെ ഇരിപ്പുണ്ട്,
സാമ് അവൻ എന്റെ മോനാണ്, എന്റെ രക്തത്തിൽ തിരിക്കപ്പെട്ട കുഞ്ഞാണ്. ഞാൻ ആരാണോ അത് തന്നെയാണ് അവൻ. എനിക്ക് എന്തുണ്ടോ അത് അവന്റെ വകയാണ്. അവന്റെ എന്റെ അവകാശവും അവന്റെ അവകാശം രണ്ടല്ല, ഒന്നാണ്. എന്റെ ജോലിയിൽ ജനിച്ചതുകൊണ്ട് സകല അവകാശത്തിന് അവ ഉടമസ്ഥനായിരിക്കുന്ന പോലെ തന്നെയാണ് പിതാവാം ദൈവത്തിന്റെ അവകാശത്തിന് മേൽ പുത്രനെ ക്രിസ്തുവിന്റെ അവകാശങ്ങളിലേക്ക് അവകാശം ദൈവം നമുക്ക് ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാക്കി മാറ്റി. കരവലിച്ചത് പറഞ്ഞാട്ട് അവൻ നമ്മെ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാക്കി വെച്ചു. അവൻ കണ്ടെത്തി പറഞ്ഞാട്ട് അവൻ ക്രിസ്തുവിന്റെ കൂടെ ഒരു കൂട്ടവകാശം ആ വീടിലേക്ക് ദൈവമക്കൾ കണ്ടുകഴിഞ്ഞ് അവൻ നമ്മെ പുറമ്പോട് കാര്യമില്ല, അവൻ ആരുമല്ലാത്തവരല്ല, അവൻ അവകാശിയാണ്. വലിപ്പാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അവൻ പിതാവിന്റെ പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ വെളിപ്പാട് വർദ്ധിക്കട്ടെ, കാഴ്ചപ്പാട് വർദ്ധിക്കട്ടെ. വിശേഷതകൊണ്ട് ദൈവം നമ്മെ എല്ലാവരും കൂടെ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് നമ്മുടെ ചെവിയിലോ നമ്മുടെ ഹൃദയത്തിലോ വന്ന് പിശാച് വന്ന് പറയാണ്, ഒന്നുമില്ലെന്നേ, നത്തിങ്ങാണ്, നീ എന്താ ഈ വിശ്വാസത്തിൽ വന്നിട്ട് ഒന്നുമില്ല. പിശാച് പറയണം, യഹോവ നിന്നെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഫലിച്ചിട്ട് പറയണം, ഞാൻ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവളാണ്, ക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. പിതാവ് ദൈവം ക്രിസ്തുവിനോട് കൂടെ എനിക്ക് എന്ത് തന്നു? കൂട്ടവകാശം ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ കൂട്ടവകാശികളാണ്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഇല്ലെന്ന് തോന്നാം, പക്ഷേ എന്തുകൊണ്ട് ആത്മീക വിഷയത്തിനകത്ത് ഞാൻ സമ്പൂർണ്ണ സ്വന്തം ചെയ്താട്ടെ. ഇത് രസകരമായ ഒരു കാര്യം പറഞ്ഞുതരാം. ആത്മീയമുള്ളവർക്ക് എന്തില്ല? ഭൗതികമില്ല. ഭൗതികം ഉള്ളവർക്ക് ഏകദേശം ശരിയാണ്. പക്ഷെ എന്നാലും 1% ആൾക്കാർ എന്ത് ചെയ്യാം, അതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരും എനിക്കറിയാം. എല്ലാവരും അങ്ങനെ കാണുന്നില്ല. പക്ഷെ ആത്മീയരാണോ അവന്റെ കയ്യിൽ പലപ്പോഴും എന്ത് കാണാൻ സാധ്യത കുറവായിരിക്കും? ഭൂമിയിലെ നന്മ കാണാൻ സാധ്യത കുറവായിരിക്കും. എന്നാൽ ഭൂമിയിലെ നന്മ ഉണ്ടോ അവനെന്ത് കുറവായിരിക്കും? അവന്റെ ആത്മീയ വിഷയത്തിന് കുറവുണ്ടായിരിക്കും. ഇതിനകത്ത് രണ്ടിനകത്ത് ഏതായിരിക്കും വലുത്? പൊന്നാനി. അപ്പോൾ നമുക്ക് ദൈവം തരട്ടെ, നന്മ തരും. നമ്മൾ അതിനു വേണ്ടി നന്മ തരും. പക്ഷെ ഇല്ലെന്നും പറഞ്ഞ്, ഭൗതികമില്ലെന്നും പറഞ്ഞ് ഒരു വിഷയത്തിനകത്ത് നമുക്ക് എന്തുണ്ടാകണം? സംതൃപ്തിയുണ്ടാകും. ഏത് കാര്യത്തിലാണ്? ഞാൻ സ്വർഗീയ വിഷയത്തിനകത്ത് ഞാൻ ആരാ? സമ്പന്ന. നാം ഈ ചൊവ്വാഴ്ച ഓടി വന്നു, നാം ദൈവസ്ഥലി ആഹാരം മാറ്റിവെച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, എനിക്കൊരു ഭൗതിക സമ്പത്ത് വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്, അത് വേണം. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗീയ സമ്പത്തിന്, എനിക്ക് ആത്മീയ സമ്പത്തിലേക്ക് ഉടമസ്ഥരാകണം. ഒന്ന് കരം ഉയർത്തി നല്ല സ്തോത്രങ്ങൾ താൻ കൊടുക്കാമോ? നല്ല ശബ്ദങ്ങൾ താൻ കൊടുത്താതെ ഇന്ന് രാവിലെ ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ദൈവദാസെന്ന് പറയാ, ഇല്ല എന്നും പറഞ്ഞ് ഒരിക്കലും വിഷമിക്കരുത്. എനിക്കൊരു പ്രാർത്ഥന ജീവിതമുണ്ട്, എനിക്കൊരു പരിധ്യാന ജീവിതമുണ്ട്, എനിക്കൊരു ആരാധന ജീവിതമുണ്ട്, എനിക്കൊരു കൂട്ടായ്മ ജീവിതമുണ്ട്, എനിക്കൊരു അന്യഭാഷ ആരാധിക്കുന്ന വരവുണ്ട്. അവന് ആത്മീയ കാഴ്ചപ്പാട് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കാട്ട് വലിയ സമ്പത്ത് ഈ ഭൂമിയിൽ മറ്റാർക്കും പറയാൻ പറ്റില്ല. എനിക്ക് സ്വർഗീയ സമ്പത്തിന് അഥവാ ഉടമസ്ഥനാണ്. അത് രണ്ട് ഭൂമിയുടെ അവകാശമാണ്, ഉടമസ്ഥനാണ്. അതിലേക്ക് എനിക്ക് സ്വർഗീയ സമ്പത്ത് കൊണ്ട് എനിക്ക് സന്തോഷിക്കുവാൻ കണ്ടം കഴിയും. രണ്ടാമത്തെ വിഷയം കൂടെ കൊടുത്തിരിക്കുന്ന വാക്ക്. മൂന്നാമത്തെ വിഷയം, ദൃശ്യമായ വിഷയത്തിനൊക്കെ ക്രിസ്തു ആരായിരുന്നു? പൂർണ്ണനായിരുന്നു. നമുക്കറിയാം, ബൈബിളിനകത്ത് ഒത്തിരി വിഷയം കിടപ്പുണ്ട്. ഞാനതിനെ തെളിയിച്ച് പ്രസംഗിക്കാൻ തക്കവണ്ണം നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ പറഞ്ഞു വിടുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുഴുവൻ നാം വായിച്ചു കഴിഞ്ഞാൽ കണ്ടപ്പോൾ എല്ലാം നല്ലതെന്ന് ഇത് കണ്ടു. ദൃശ്യമായതാണ്. സ്വന്തം ദൃശ്യമായത് ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് കർത്താവ് കണ്ടു. ഈ ആർക്ക് വേണ്ടിയാ ഉണ്ടാക്കിയത്? അവന് വേണ്ടിയെന്നാണ്. ആർക്കാ? ആ വാക്യം കിടപ്പുണ്ട്, ഒന്ന് വായിക്കാമോ?
ആ വാക്യം ഒന്നുകൂടി വായിച്ചാൽ പിന്നെ ആ വാക്ക് വായിച്ച് ഏതാ? അവനായിട്ടും ആ വാക്യം 16-ാമത്തെ വാക്യം, അവൻ മുഖാന്തരവും. അങ്ങനെ വായിച്ചു, അവൻ മുഖാന്തരവും അവനായിട്ടും. കേട്ടോ? അപ്പൊ ഈ ഇതെല്ലാം ഉണ്ടാക്കി ആർക്ക് വേണ്ടിയാ പറഞ്ഞേ? അവന് വേണ്ടി. അവന് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി. കിട്ടിയായിരുന്നോ? മനസ്സിലാക്കുന്നുണ്ടോ? ആർക്കും വേണ്ടി ഉണ്ടാക്കി? അപ്പൊ ഒരുത്തം എന്ന് പറയാണ് എന്റെ വകയെന്ന് പറഞ്ഞാലോ ഈ വചനം അറിയാവുന്ന ദൈവമക്കൾ ചിരിക്കത്തില്ലേ? ചിരിക്കത്തില്ലേ? ചിരിക്കോ? ഒരിക്കലും ഒരു ചർച്ചിന്റെ പ്രശ്നം പരിഹരിക്കാം. ഇന്ത്യൻ ചർച്ചാണ്. അപ്പൊ അദ്ദേഹം UK ഇരിപ്പുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു പേപ്പർ അയച്ചു പാസ്റ്റർ ആ ചർച്ചിനകത്തിപ്പോൾ കുറച്ച് തർക്കം നടക്കുകയാണ്. പാസ്റ്റർ അവിടെ പോയിട്ട് ആ പ്രശ്നം പരിഹരിക്കണം. അത് പാസ്റ്റർക്കേ പറ്റും. ഞാൻ ഈ പേപ്പർ എൻ്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് ഞാൻ അവിടെ പോയി. അവിടെ അവിടുത്തെ ആൾക്കാരെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ വസ്തു വിട്ടു തരില്ല, ഇവിടെ ആമേ ഞങ്ങളുടെ വകയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര അവകാശം പറയും. ഞാൻ പറഞ്ഞു ഈ വസ്തു ഇറങ്ങാൻ പറഞ്ഞു. ഈ വസ്തു നിങ്ങൾക്കുള്ളത് തെളിവ് തരാൻ പറഞ്ഞു. നിങ്ങളുടെ വസ്തു അത് തെളിവ് തരാൻ പറഞ്ഞു. നിങ്ങളുടെ വസ്തു അത് തെളിവ് തരാൻ പറഞ്ഞു. അവർക്ക് തെളിവില്ല. ഞാൻ തരട്ടെ ചോദിച്ചു. ഞാൻ ഈ പോക്കറ്റിൽ നിന്നും ഈ പേപ്പർ മൊത്തം ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ അവർക്ക് പിന്നെ സംസാരിക്കാൻ വകയില്ല. ഞാൻ ആ പോക്കറ്റിനെ തിന്നിട്ടാണ് പോയത്. ആ വസ്തുവിന്റെ ഡീറ്റെയിൽസിന്റെ പോക്കറ്റിലൂടെ പോയത്. ഈ വസ്തു ആരുടെ വകയാണ്? ഈ വസ്തുവിന് അവകാശി ആരാണ്? ഇതിന്റെ ഉദ്ദേശം എന്താണ്? എന്നിട്ട് വിഷയത്തെ ഡീറ്റെയിൽസ് പേപ്പർ ഞാൻ കാണിച്ചു ഒഴിവാക്കാൻ നിങ്ങൾക്ക് തെളിയിക്കാനില്ല. പക്ഷെ നിങ്ങൾക്ക് വാഗോണ്ടേ പറയാൻ പറ്റൂ. പക്ഷെ എനിക്ക് വാഗോണ്ട് മാത്രമല്ല, എനിക്ക് രേഖാമൂലം കാണിക്കാൻ പറ്റും. ഇന്ന് രാവിലെ ഓർത്തോണ്ട് നാം ഇന്ന് രാവിലെ ഉപവാസ പ്രാർത്ഥന വന്നിരിക്കുന്ന അവന് വേണ്ടി അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ദൃശ്യമായ അവകാശത്തിനല്ല അവകാശി യേശു ക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തുവിനെ ആരാധിക്കുന്ന നമുക്ക് അതിന് അവകാശമുണ്ടെന്ന് അവനെ നിൽക്കുന്നത് പ്രാർത്ഥിക്കാൻ നമ്മുടെ നാവുകൾ പറഞ്ഞാൽ കരമടിച്ച് ആത്മാവ് പറയാ അവനായിട്ട് സിദ്ധിക്കപ്പെട്ടു, അവനായിട്ട് സിദ്ധിക്കപ്പെട്ടു. ക്രിസ്തുവിൽ സിദ്ധിക്കപ്പെട്ട ഭൂമിയിൽ മറ്റൊരു വ്യക്തിക്ക് അവകാശം പറയാൻ പറ്റില്ല. കരമടിച്ച് ആത്മാവിൽ ആ വെളിപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ആ വെളിപ്പാട് ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഈ രാവിലെ നിറഞ്ഞ മനസ്സോടെ പറയുക, എന്റെ യേശുവിന് വേണ്ടി ഉണ്ടാക്കിയ അത്ഭുത വിശാൽ നന്നായി കരപിടിച്ചു അഭൂതിനൊന്ന് പ്രകാശിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി അവനായിട്ട് സിദ്ധിക്കപ്പെടാവൻ അവനായിട്ട് സകലം സിദ്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ അതിന്റെ അവകാശം പറയുമ്പോൾ വരുന്ന ഈ യുദ്ധത്തിന്റെ ശക്തികൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, കുട്ടികളുടെ മേൽ അവകാശം കൊണ്ട് വാദിക്കുന്ന പൈസാദി വ്യക്തികള് അവയെ സ്വർഗീയ അവകാശത്തിൽ നിന്ന്, ഭൂമിയുടെ അവകാശത്തിൽ നിന്ന്, നിശ്ചയ അവകാശത്തിൽ നിന്ന് മാറ്റുക വെളിപ്പെട്ടു വരുന്നതായ ചില പൈസാദിക മാനുഷ്യമായ ആധിപത്യ കെട്ടുകളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരെ ശ്വാസിച്ച് അവരെ ബന്ധിച്ചു പ്രചാരിയാണ്. യേശു പല ആവർത്തി പറഞ്ഞു സാത്താനെ എന്നെ വിട്ട് പോ. ഒരിക്കൽ സാത്താൻ പറഞ്ഞു സമയത്തിന് മുമ്പ് എന്നെ ദണ്ഡിപ്പിക്കരുത്. അടങ്ങാൻ പറഞ്ഞു, മിണ്ടരുത് പറഞ്ഞു. പിന്നെ പറഞ്ഞു സാധാരണ ഒഴിവാക്കാണ് ഞാൻ ആരെന്ന് തെളിയിക്കരുത്. അശുദ്ധാത്മ പിടിച്ച മനുഷ്യനെ ആദ്യം പുറത്താക്കി പള്ളിക്കേക്കുന്നത്. മിണ്ടിപ്പോരുത്, അനങ്ങരുത് എന്ന് 2 പദം പറഞ്ഞു. പക്ഷെ മിണ്ടിയില്ല. ഇവനാണ് ചൊറഞ്ഞെന്ന് വാക്കാണ്, ഞാനാണ് ഇതിന്റെ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ അനങ്ങരുത് പറഞ്ഞപ്പോൾ അനങ്ങാതെ പൂച്ചയെ പോലെ പോയി നീ ഇവിടെ വന്ന് ഞാൻ പോകണം. രാവിലെ നമ്മുടെ ഏതെങ്കിലും അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ നിൽക്കുന്നുവെന്ന് തോന്നിയ ഈ വചനം നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പറഞ്ഞ ഏത് വചനം? ഈ 1 അധ്യായത്തിന്റെ 16 പറഞ്ഞ് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട, എനിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ക്രിസ്തു എനിക്ക് കൂടെ അവകാശമായിട്ടാണ് പിതാവാം ദൈവം ക്രിസ്തുവിന്റെ കൂട്ടവകാശത്തിൽ എന്നെ പങ്കാളിയാക്കിയ ഈ അവകാശത്തിന്റെ പിശാച് നിനക്ക് ഒരു അവകാശമില്ല എന്ന് വാ തുറന്ന് നാവ് തുറന്ന് ശബ്ദം പുറത്തോടെ പിശാചിനോട് ഈ വചനം ഉരുവിട്ട് പറഞ്ഞാൽ നമ്മുടെ അവകാശത്തിന്റെ ദുഷ്ടനെ ചെങ്കോൽ ഇരിക്കാൻ സാധ്യതയില്ല. ഒരു പ്രാവശ്യം കൂടി കരമടിച്ച് അവനെ ശാസിച്ച് പറയാ, ദുഷ്ട പിശാച് അവ എനിക്ക് വേണ്ടി എനിക്കായിട്ട് ഉണ്ടാക്കപ്പെട്ട അവകാശത്തിന്റെ
കുട്ടികളുടെ അവകാശം തന്നെ, അത് കുടുംബങ്ങളുടെ അവകാശം തന്നെ, സഭയുടെ അവകാശം തന്നെ. ആ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന പ്രാർത്ഥന. നാലാമത്തെ വിഷയം അദൃശ്യമായ കാര്യം. എന്താണ് അദൃശ്യമായ കാര്യം? എന്താ അദൃശ്യമായ കാര്യങ്ങൾ? വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. രണ്ട് നന്മയാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നന്മ, നമ്മൾ കാണുന്ന നന്മ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. കാണാത്ത നന്മയുണ്ട്. ഒരു ചോദ്യം, ഏറ്റവും വിലയുള്ള നന്മ ഏതാണ് ലാലിയാന്റി? കാണുന്നതാണോ കാണാത്തതാണോ? ഉറക്കെ അതാണ്. അതെ, ഇരുട്ടിനകത്ത് വെച്ചിരിക്കുന്ന അദൃശ്യ മണ്ഡലത്തിൽ കിടക്കുന്ന അവകാശത്തിനാണ് ഏത് വന്നത്? ഏറ്റവും വില അല്ലെ? ഉദാഹരണം നമുക്കറിയാം, ഒരു 10-100 വർഷത്തിലേക്ക് മുമ്പുള്ള ചരിത്രമോ അതിന് മുമ്പുള്ള ചരിത്രമോ പഠിച്ചു കഴിഞ്ഞാൽ ഈ മരുഭൂമിയായി കിടക്കുന്ന സ്ഥലം, ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാൻ തക്കവണ്ണം കഴിയുന്നവർക്ക് ഗൂഗിളിനകത്ത് പോയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബിനകത്ത് നോക്കിയിട്ട് സെർച്ച് ചെയ്യണം ഓൾഡ് ന്യൂ എന്ന്. പല ഗൾഫ് രാജ്യങ്ങളുടെയും പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും ഓൾഡ് ആൻഡ് ന്യൂ എന്ന എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ, പഴയ ദുബായിയെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മണൽ മാത്രമേ ഉള്ളൂ. പഴയ സൗദി അറേബ്യ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മണലും മാത്രമേ ഉള്ളൂ, കുറച്ച് മുള്ളു പറക്കാരെ മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ വൻപൻ ലെവലുണ്ടായി. ഇത് ഇവിടെ നിന്ന് ഈ കാശ് കിട്ടിയത് മണലെന്നാണ് കാശ് കിട്ടിയത്. മണൽ വിറ്റാണ് കാശ് ഉണ്ടാക്കിയത്, ആണോ? അല്ലല്ലോ. പിന്നെ എന്താ വിറ്റത്? അതിൻ്റെ അകത്തിരിക്കുന്ന പെട്രോൾ, അതിൻ്റെ അകത്തിരിക്കുന്ന സ്വർണ്ണ കനികൾ, അതിൻ്റെ അകത്തിരിക്കുന്ന രത്നങ്ങൾ. ഈ ഞാൻ കഴിഞ്ഞത്തോളം സൗദി അറേബ്യയുടെ 1-2 സ്ഥലത്ത് മാത്രമേ ഞാൻ പോകാതുള്ളൂ. ബാക്കി ഏകദേശമുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രോവിൻസെല്ലാം കൃപയാൽ വചനമായിട്ട് യാത്രയോ അവസരം ലഭിക്കും. അപ്പം ഞാൻ പോകുമ്പോൾ എന്നെ വാക്കാണ്, പക്ഷേ ഈ പെട്രോള് തീരത്തില്ല. അഥവാ ഈ ക്രൂഡ് ഓയിൽ തീർന്നാലും ഇനിയൊരു 100 വർഷം സൗദിക്ക് ജീവിക്കാൻ തക്കവണ്ണമുള്ള സ്വർണ്ണമല അവർ കണ്ടുപിടിച്ചു. സ്വർണ്ണമല കണ്ടുപിടിച്ചു. ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ്, ഭയങ്കര സംരക്ഷണയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സ്വർണം വിറ്റാൽ മതി അടുത്ത 100 വർഷം കൂടി എന്ത് ചെയ്യാം, അവർക്ക് ജീവിക്കാം ആശ്രയിക്കാതെ. ഇത് കണ്ടുപിടിച്ച സായിപ്പന്മാരെ കണ്ടുപിടിച്ചത്, അവർക്ക് ദൈവം കൊടുത്ത പരിജ്ഞാനം ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അദൃശ്യമായ മണത്തിനകത്ത്, അതുകൊണ്ടാണ് യശയ്യാ 45 നമുക്കറിയുന്ന വാക്യം, ഇരുട്ട് നിക്ഷേപങ്ങളും മറവിടങ്ങളും ഗുപ്തനിധികളും. ഒരാളും പറയാം, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൃശ്യമായ ഉയർച്ചയുടേതായ അവകാശം, ദൈവത്തിന്റെ അവകാശം പിതാവ് ദൈവം പുത്രൻ കൊടുത്തിട്ടുണ്ട്. അദൃശ്യമായിരിക്കുന്ന ഉയർച്ചയുടെ അവകാശം കൊടുത്തിട്ടുണ്ട്, പിതാവ് ദൈവം പുത്രൻ കൊടുത്തിട്ടുണ്ട്. ഇത് രാവിലെ ഓർത്തെ നമ്മൾ ഈ വാസ പ്രാർത്ഥനിക്കുമ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, സ്വർഗത്തിന്റെ അവകാശം, പറഞ്ഞേ, ഭൂമിയുടെ അവകാശം, 3 ദൃശ്യമായ അവകാശം, അദൃശ്യ അവകാശത്തിന് ഞാനും കൂടെ ആരാണ്? കൂട്ടവകാശിയാണ്. സ്വന്തം ചെയ്യാമോ? ഒരാമെ ഉറക്കെ പറയാമോ? പോരാ, വാക്കൊന്ന് പറഞ്ഞാൽ ഈ വാസ പ്രാർത്ഥനയിൽ നമുക്കൂടെ തുള്ളിച്ചാടി ആ വെളിപ്പാട് വെച്ച് ആരാധിക്കാൻ തക്കവണ്ണമുള്ള ആ വെളിപ്പാടാണ് അന്തരീക്ഷം നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ പറയണം, കർത്താവേ, ഞാനൊരു കുറഞ്ഞ കക്ഷിയല്ല, ഞാൻ പാവപ്പെട്ടവനോ പാവപ്പെട്ടവളല്ല, പക്ഷേ എനിക്ക് ദൈവാത്മാവ് തന്ന വെളിപ്പാട് ആഴമായതാണ്. അതുകൊണ്ട് ദൃശ്യമായതും അദൃശ്യമായ അവകാശത്തിന് ക്രിസ്തു എന്നെ കൂട്ടവകാശം കയറ്റി വെച്ചത് കൊണ്ട് ഞാൻ അങ്ങേ വാഴ്ത്തുകയാണ്. ഇന്നത്തെ ദാരിദ്ര്യങ്ങളും ഇന്നത്തെ ശൂന്യതകളും ഇന്നത്തെ സൃഷ്ടിച്ച അവസ്ഥകളല്ല, അവൻ മാറും. എനിക്ക് നിറവും ഒരു ഉറവയും ഉയർച്ചകളും എനിക്ക് ഉണ്ടാകുമെന്ന വെളിപ്പാടോടെ ഒരു പ്രാവശ്യം കൂടി ആ വലതുഭാഗെ കരമലിച്ച് ആത്മാവിൽ കരകളെ തട്ടിയോ ആത്മാവ് അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഈ അവകാശത്തിന്റെ ദൈവം എനിക്ക് ഒരു കൂട്ടവകാശം തന്നതുകൊണ്ട് ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. ആത്മാവിൽ പറയാൻ കരമലി
വിളിച്ചു പറയാ അതിന്റെ അവകാശങ്ങൾ വിശേഷതകൾ എനിക്ക് വരത്തക്കവണ്ണം ഈ പ്രാർത്ഥനയുടെ ജീവിതത്തിന് തികഞ്ഞ വിടുതൽ കാരണമാക്കി മാറ്റണം. കൈകളൊക്കെ അല്പന വിശ്വാസം പറയാമോ? പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് കൈമാറിയ വെളിപ്പാടിന് ഈ വർഷം പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് പറഞ്ഞു. ആ ദൂതരെടുത്ത് പറയാ, അനേക അവകാശങ്ങൾക്ക് ഞാൻ ഉടമസ്ഥനാണ്, അനേക അവകാശങ്ങൾ എന്നിലേക്ക് വരേണ്ടതാണ്. അദൃശ്യമായിട്ട് തന്നെ വേണം, അദൃശ്യമായി കിടക്കുന്ന അവകാശങ്ങൾ അദൃശ്യമായിട്ട് വരണം. അത് ഈ വർഷം പ്രാർത്ഥനയിൽ കൽപ്പിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അവകാശം പറയുവാട്ടെ. അഞ്ചാമത്തെ കാര്യം, സിംഹാസനങ്ങൾ ആകട്ടെ. കർത്താവിന് എത്ര സിംഹാസനമുണ്ട്? എത്ര സിംഹാസനം കർത്താവുണ്ട്? ഒറ്റ സിംഹാസനങ്ങളുള്ളൂ. പിന്നെ ഇവിടെ സിംഹാസനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ് പറഞ്ഞാട്ടെ? സാത്താനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം സാത്താന്റെ പറഞ്ഞ അധീനതയിലല്ല, സാത്താന്റെ സിംഹാസനങ്ങളുള്ള സ്ഥലമെന്നാണ് ഒഴിവാക്കുക. അപ്പോ ഉള്ളൂരിലും സിംഹാസനം മേടിച്ച് ആളിരിപ്പുണ്ട്, നാലാഞ്ചലയിലും സിംഹാസനം മേടിച്ച് ആളിരിപ്പുണ്ട്, പിന്നെ കേശവദാസനത്തും സിംഹാസനം മേടിച്ച് ആളിരിപ്പുണ്ട്, ഭാരവത്തുടത്തും സിംഹാസനം മേടിച്ച് ആളിരിപ്പുണ്ട്. ഓരോ ഏരിയയിലും സിംഹാസനങ്ങൾ അടിച്ചെത്തിയ ആളിരിപ്പുണ്ട്. ആ സിംഹാസനം അടിച്ചിരിക്കുന്ന ആളിന്റെ മധ്യത്തിൽ അതിന്റെ അധികാരിയാണ് ആരാ? ക്രിസ്തു. പിടികിട്ടുന്നുണ്ടോ? 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 പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അധികാരത്തിന് നിലവുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിന്റെ പൂർണ്ണ വിഷയമുണ്ടായി, ഭൂമിയിലെ വിഷയത്തിനകത്ത് ഞാൻ പൂർണ്ണമായ വിഷയത്തിന് അധികാരമുണ്ടായി, അദൃശ്യമായ വിഷയത്തിന് അധികാരമുണ്ടായി. അപ്പോൾ തന്നെ ആളിന് അധികാരമുണ്ടായി. സിംഹാസനങ്ങളിട്ടിരിക്കുന്ന സാധാന്യാധിപത്യങ്ങളുടെ കെട്ടിന് പേരും സർവസമ്പൂർണ്ണ അധികാരം എനിക്ക് തന്നു. അത് പുത്രനും കൂടെ ദൈവം എനിക്ക് തന്നതാണ്. ഒരു സ്വർണ്ണത്തിലാണ് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് ഇരുട്ടിനോട് കൽപ്പിച്ചു എന്ന പദം കിടപ്പുണ്ട് അല്ലെ? 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 4-ാമത്തെ വാക്യം വായിച്ചാൽ ഉൽപ്പത്തി 1-ന്റെ 4-ാമത്തെ വാക്യം വേഗത്തിൽ. അവിടെ കൽപ്പിച്ചെന്ന് വാക്ക് കിടപ്പുണ്ടല്ലോ, അത് എത്രാമത്തെ വാക്യം നോക്കി? വെളിച്ചമുണ്ടാകട്ടെ എന്ന് എത്രാമത്തെ വാക്യമാണ്? 3. അതെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം ചെയ്തു. അപ്പോൾ അവിടെ അതുവരെ ആരില്ലായിരുന്നു? വെളിച്ചമില്ല. അതുവരെ എന്തുണ്ടായിരുന്നു? ഇരുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇരുട്ടിനെ കൽപ്പിച്ചു മാറ്റി. നമുക്ക് വ്യാഖ്യാനിക്കാം. അവിടെ സിംഹാസനം വിട്ട് ആരുണ്ടായിരുന്നു? ഒരു പിശാചുണ്ടായിരുന്നു. സ്വത്രം. അവിടെ സിംഹാസനം വെച്ച് അതിനകത്ത് ആരിരിപ്പുണ്ട്? ഒരു ഇരുട്ട് വന്നിരിപ്പുണ്ട്. അതിന് സ്വർഗം വന്നിതും കൽപ്പിച്ചിട്ട് ആ ഇരുട്ടിന്റെ കെട്ടിനെ കഥ പുറത്താക്കി. ഒന്ന് സ്തോത്രം പറയാമോ? കരങ്ങോട്ടി. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശവും നമ്മുടെ പർപ്പസും അതാണ്. കർത്താവ് എന്റെ കൂടാരത്തിന് ചുറ്റും ഇരിക്കുന്ന സിംഹാസനം ഇട്ടിരിക്കുന്ന അദൃശ്യനായ പിശാചിന്റെ കെട്ടിനെ തകർക്കുവാൻ ഒരു പൂർണ്ണ അധികാരം ക്രിസ്തുവിന് കൊടുത്തതുപോലെ ഇന്ന് പകൽ എനിക്കും ആ പൂർണ്ണ അധികാരം നൽകണമെന്ന് ഒരു പ്രാവശ്യം കൂടി ആ കരമടിച്ചൊന്ന് പറയാ. ഇനി ഒരു കാലവശാല് ആ സിംഹാസനം ഇട്ടിരിക്കുന്ന ആ ദുഷ്ടപിശാച് വാഴുവാൻ തക്കവണ്ണം സമ്മതിക്കയില്ല. ആ വാഴുന്ന ദുഷ്ടസിംഹാസനത്തിലിരിക്കുന്ന ആ പിശാചിനെ ഞാൻ ഇന്ന് പകൽ
കർത്താവിന്റെ നാമത്തിൽ അവരെ ശാസിക്കുകയാണ്. കരങ്ങളെ തട്ടി കരങ്ങളെ തട്ടി കരങ്ങളെ തട്ടി ഉദാഹരണം ശബ്ദ വികലകൾ ശരാകന. Yes, 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 yes. Kalabana, hakalama, tirajana, vidamana, tirabana, tirabana, hibana, tirajana, vaidamana, hadarama, shidarama, tirajana, tirajana. Adamana, mana, sambala, vaudama, lakshana, vaudama, lakshana, lakshana, kaliyate. Ashangasangate vyavalingana, sagana, esadivali kattanaya, sarsthanavali kattanaya, sarabhiyale kattanaya, sarvandravale kattanaya, sarvasandravale kattanaya, sarvnirachana kaachana. ആമേ സകല വ്യാപാരം യേശുവിന്റെ നാമത്തിൽ ആ ശാപങ്ങളെ കെട്ടുകളെ പരസ്യമായി ശാസിക്കുന്നു, പരസ്യമായി ശാസിക്കുന്നു. അവൻ പരസ്യമായി ശാസിക്കുന്നു, പരസ്യമായി ശാസിക്കുന്നു. അറിയട്ടെ, അവൻ പരസ്യമായി ശാസിക്കുന്നു, അവൻ പരസ്യമായി ശാസിക്കുന്നു. അജാതീയ കോട്ടകളെ ഇന്ന് രാവിലെ പരസ്യമായി ശാസിക്കുന്നു. അതിനുമേൽ ദൈവത്തിന്റെ മെഡിക്കലുള്ള അധികാരങ്ങൾ പരസ്യമായി ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യുദ്ധമാണ്. മോശ 40 ദിവസം കഴിഞ്ഞ് താഴോട്ട് വരികയാണ്. 2 കൈയിൽ കർത്താവ് വരച്ചു കൊടുത്ത കൽപ്പലകയുമായിട്ട് വരികയാണ്. എത്ര ദിവസം ഇരുന്നു? 40 ദിവസം, 40 രാവും 40 പകലും. അവന്റെ മുഖത്ത് എന്ത് വന്നു? തേജസ് വന്നു. ആ തേജസ് കണ്ടപ്പോൾ ജനം പറഞ്ഞു, മോശയുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, കാണണ്ട. അതുകൊണ്ട് റൂമാലിട്ട് ഒരു കർച്ചീപ്പിട്ട് മൂടാൻ പറഞ്ഞു. അത്രയ്ക്ക് പ്രഭയോടുകൂടി. എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ്? 40 ദിവസം കഴിഞ്ഞപ്പോൾ. ഏത് ദർശനം പ്രാപിച്ചു? സ്വർഗീയ ദർശനം പ്രാപിച്ചു വരികയാണ്. വന്നപ്പോഴാണ് ഇവിടെ എന്ത് കാണുന്നു? കാളക്കുട്ടിയുടെ വാക്ക് ചവിട്ടുന്നു. അവിടെ ഒരു വാക്ക്, ഞാൻ പലപ്പോഴും ആ വാക്ക് ധ്യാനിക്കാറുണ്ട്. ആ കാളക്കുട്ടിയെ അടിച്ച് പൊട്ടിച്ച് പൗഡറാക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിപ്പിച്ചു. ഈ അധികാരം എവിടെ കിട്ടിയ? ആ സിംഹാസനത്തിലെ കെട്ടിന് ഈ കാളക്കുട്ടിയുടെ സ്ഥാനമാണ്. മിസ്രൈമിന്റെ കുട്ടി കാളക്കുട്ടിയാണ്. അവര് അവിടെ ഇറങ്ങിയിട്ടും അവര് ഹൃദയത്തിനകത്ത് ആര് പോയില്ല? കാളക്കുട്ടി പോയില്ല. ഇവിടെ ഒരു വാക്കിടപ്പുണ്ട്, വലിയ വെളിപ്പാടാണ്. പക്ഷെ അത് പ്രസംഗിച്ചാൽ എന്റെ സബ്ജക്റ്റ് വേറെ മാറിപ്പോകും. ഒരു അഭിഷക്തൻ നമ്മുടെ മുമ്പിൽ നിരന്തരം ഇല്ല എങ്കിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്? ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരു വ്യക്തി അകന്നു പോയാൽ, കൂട്ടായ്മയോട് കൂറുപുറത്ത നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു ശക്തിയാണ് കാളക്കുട്ടി പൊങ്ങി വരും. അകത്തിടപ്പുണ്ട്. അതുപോലെ കൂട്ടായ്മയിലും വെട്ടി 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 ശാസിച്ച് ശാസിച്ച് അമർത്തി വെക്കുന്നത് കൊണ്ടാണ് സംഭവം എന്ത്? ചില ഭഗവാക്ക് ഞാൻ സാത്താനെ തീയിലിട്ടാണ് ചുട്ടുകളഞ്ഞാണ്. സാത്താനെ തീയിലിട്ട് ചുടാൻ പറ്റുമോ? നമ്മളെ ചുട്ട കരിഞ്ഞു പോകും. സാത്താനെ ചുട്ട അവരെ കരിയത്തില്ല. അപ്പൊ അതൊരു ഉപദേശ വിഷയത്തിൽ ശബ്ദമല്ല. ഒരിക്കലും സാത്താനെ ഞാനവരെ കത്തിക്കുന്നു, അങ്ങനെ ഒന്നും കത്തിക്കാൻ പറ്റില്ല. കർത്താവ് പോലും പറഞ്ഞ ചങ്ങലയിടാനേ പറ്റുള്ളൂ. അങ്ങനെയല്ലേ പറഞ്ഞു? കർത്താവിന് 1000 ആണ്ടത്തേക്ക് പിന്നെയാണ് അവൻ ഇവിടെ ഈ 1000 ആണ്ട് കഴിഞ്ഞ ശേഷമാണ് ന്യായവിധി നടത്തിയിട്ടാണ് ഇവനെ എല്ലാം എപ്പോഴും പറഞ്ഞു വിടുന്നത് അഗ്നിയിലേക്ക്. അപ്പൊ അവിടെ പോലും ചാകാൻ പറ്റില്ല. അവിടെ യാതൊരു അയ്യം പിടിക്കാനെ പോകുന്നു. ഞാൻ ചുട്ടുകരിക്കാനൊന്നും നീത്തില്ല, പറ്റത്തില്ല. അല്ല, മന്ത്രവാദം കൊണ്ട് നീ ചുട്ടു വെച്ചാൽ പോകും. ആ തകിടം പൊട്ടിപ്പോവും. പക്ഷെ മറ്റേ ശക്തി ഇറങ്ങിയത് നീ മനസ്സിലാവും. ഞാനൊരു കാര്യം പറയാം. ഇപ്പോ ഇതിനകത്തൊരു മന്ത്രവാദം ചെയ്തുകൊണ്ട് നിയമിച്ചു. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ചുടാം. ഇതിന്റെ അകത്ത് യാതൊരു ശക്തി അവന്റെ ചാകത്തില്ല. പക്ഷേ അതിന് പകരം കാസ്റ്റ് ഔട്ട് എന്ന പദമുണ്ട്. പുറത്താക്കാൻ പറ്റും. എവിടെന്നാ? വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും, ദേശത്ത് പുറത്താക്കാൻ പറ്റും, സഭയിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. പുറത്താക്കാൻ പറ്റും. കരിച്ചു കൊല്ലാൻ ഇത് കരിക്കാം. പക്ഷെ ശക്തി എന്ത് ചെയ്യാൻ പറ്റില്ല? കരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മോശയ്ക്ക് അതിനെ അടിച്ചു പൊട്ടിച്ച്
പൗള് പോലെ ആക്കി പടുത്ത് കലക്കി കുടിപ്പിച്ചു. ഇതെവിടെ നിന്ന് കിട്ടിയ അധികാരമാണ്? 40 ദിവസം സ്വർഗത്തിന് പിതാവാം ദൈവം കൊടുത്ത അധികാരം ഉള്ളതുകൊണ്ടാണ്. ഇത് തന്നെയാണ് ഞാൻ പ്രസംഗിച്ച വിഷയത്തിന്റെ ഒന്നാമത്തെ ആശയം. സ്വർഗത്തിന്റെ സകല അവകാശങ്ങളും അധികാരങ്ങളും പ്രാപിച്ചെങ്കിലേ സിംഹാസനങ്ങൾ എന്ന് പറയുന്ന ശക്തിയുടെ മേൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പണ്ട് തമിഴ്നാട് ഉസ്ലാംപട്ടിയിൽ ഭൂതത്തെ ഒളിപ്പിച്ചിട്ട് ഒരു ടീം കയറി വരികയാണ്. അതുവഴി കയറി വണ്ടിപ്പെരിയാർ വഴി നേരെ കയറി കുമിളി കയറ്റം കയറി വരുമ്പോൾ പോയ ഒരു സഹോദരന് ഭൂതം പിടിച്ചു. ആ കയറ്റം കയറി വരുമ്പോൾ ജീപ്പിനകത്ത് നിന്നും കൊണ്ട് ഈ ഈ ടൈഗർ കടുവ് കിടന്ന് അമർന്നത് പോലെ കിടന്ന് അമറുകയാണ്. അപ്പൊ അമർന്നപ്പോ ആദ്യം ഓർത്ത് ചുമ്മാ തമാശന് വേണ്ടി കയറ്റം കയറി വന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കാമോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ ഉസ്ലാംപട്ടി കിടക്കേണ്ടതല്ലേ, നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമുണ്ടായി. അവസാനം ആ ഭൂതം ഒഴിക്കാൻ പോയ വ്യക്തി ഭൂതത്തെ കൊണ്ടുവന്നു. ആ ഭൂതത്തെ ഈ ഇറച്ചിയുടെ ഭൂതത്തെ മാറ്റാൻ കയറും കൊണ്ട് കെട്ടി ഒരു ചർച്ച കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്തു? ആ ഭൂതത്തെ മറ്റു നിവാസമാണ് മാറ്റിയത്. എന്തില്ലാതെ പോയതുകൊണ്ട്? സ്വർഗീയ അധികാരം ഇല്ലാതെ പോയതുകൊണ്ടാണ്. ചില പുതിയ നിയമ പഠിപ്പിക്കാല് നമുക്ക് ദൈവം അധികാരം ശാസിച്ചോളം പറയാം. ശാസിക്കാൻ പറഞ്ഞാൽ അവരുടെ കുറ്റം ശാസനയാണ്. ചിലർ അമ്പലം ചുറ്റി ശാസിക്കുന്നുണ്ട്. ചില എവിടെയൊക്കെ ചുറ്റി അവർക്ക് തന്നെ അറിയത്തില്ല എവിടെയൊക്കെ ചുറ്റി പ്രാർത്ഥിച്ച് വീട്ടിൽ കയറിടുമ്പോൾ അവിടെ നിൽപ്പോടെ സിംഹാസനം ഇട്ടിട്ട് എല്ലാ സാധനം എടുക്കുന്നുണ്ട്. വീട്ടിനകത്ത് എന്തില്ല? അധികാരമില്ലാതെയാണ്, സംരക്ഷണം ഇല്ലാതെ കൃഷി പോയത്. അപ്പൊ അതാണ് പറഞ്ഞത്, 1 സ്വർഗത്തിന്റെ അധികാരം പ്രാപിച്ചു, 2 ഭൂമിയുടെ അധികാരം പ്രാപിച്ചു, 2 ദൃശ്യമായ അധികാരം പ്രാപിച്ചു, 3 അദൃശ്യമായ അധികാരം പ്രാപിച്ചു. 5ാമത്തെ കാര്യമാണ് സിംഹാസനത്തിലേക്കുള്ള വ്യാപാരത്തിന്റെ അധികാരം പ്രാപിച്ചു. ഇനി 6ാമത്തെ കാര്യം നോക്കിയേ. 6ാമത്തെ കാര്യങ്ങൾ ഏതാണ്? കർത്തൃത്വങ്ങളാകട്ടെ. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ വാഴുന്നവൻ അല്ലെ? കർത്തൃത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നിന്നും ഒരു ബിസ്ക്കറ്റ് താഴെ വീട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയേണ്ട അതിന് മുമ്പിൽ ആര് വരും? ഉറുമ്പെല്ലാം വരും. വന്നിട്ട് പറയാണ്, അത് എന്റെ വകയാണ്. ഏതാ അത്? എന്റെ വക. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി അബദ്ധത്തിൽ കയ്യിൽ നിന്ന് പോയ ബിസ്ക്കറ്റിന്റെ ഒരു പീസ് ഇവൻ വന്ന് പറയാണ്, ഇതിപ്പോ എന്റെ വകയാണ്. നോക്കണം, ഇപ്പോൾ കർത്തൃത്വം ആരെടുത്തു? നമ്മുടെ കർത്തൃത്വം നമ്മുടെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഉറുമ്പ് ഏറ്റെടുത്തത് പോലെയാണ് സാത്താൻ ഇപ്പോൾ നമ്മുടെ അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാതെ വന്നപ്പോൾ ആ അവകാശം അവൻ പറയാനും അത് എന്റെ അവകാശം എന്ന് പറയുന്നു. പഠിക്കിട്ട് രാമൻ പറയാമോ? നമുക്ക് ഇന്ന് രാവിലെ ആത്മാവിൽ പോരാടി പറയണം. കർത്താവിനെ തികഞ്ഞവനാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതി. അവനിലല്ലോ സർവ്വസമ്പൂർണ്ണത. എന്നെ തികഞ്ഞവനാക്കണം. അതിനകത്താണ് ആ തികവിന്റെ മേഖലാകുന്നതായി ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുക വാക്ക്. കർത്തൃത്വങ്ങൾ പുറകോട്ട് പോയി നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് ചെന്ന് നോക്കിയേ. എത്രയോ അവകാശങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും പോയി. എന്താ പോകാൻ? നമ്മളത് തിരികെ പിടിക്കുന്ന പകരം നമുക്കതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അതാരൊക്കെ എന്ത് ചെയ്തു? അവകാശമാക്കി. ഞാനത് ആ ഉദാഹരണം പറയുമ്പോൾ ഈ വിഷയം പറയുമ്പോൾ ഉദാഹരണം പറയാനുണ്ട്. അതിലൊരു ഉദാഹരണം, ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിജനമായ ഒരു സ്ഥലത്ത് ടെന്റിട്ട് 7 ദിവസത്തെ പകൽ ഉപവാസ പ്രാർത്ഥന, രാത്രി കൺവെൻഷനാണ്. അന്ന് ഇതുപോലെ ലൈവ് കൊടുക്കുന്ന സിസ്റ്റമില്ല. അതിന് പകരം ഈ നമ്മുടെ പണ്ടത്തെ വീഡിയോ ക്യാമറ കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ആണ് അത് ആവശ്യമുള്ളവർക്ക് പകർത്തി കൊടുക്കുന്ന സമയം. ആ സമയത്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. വീഡിയോക്കാരൻ അത് റെക്കോർഡ് ചെയ്യുന്നു. പ്രൊഫഷണൽ ടീമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ദൂത് പ്രസംഗിച്ച സമയത്ത് പറഞ്ഞു, ഈ മണ്ണിന്റെ ഞാൻ പ്രസംഗിക്കുന്ന ആ മണ്ണിന്റെ അവകാശിക്ക്
ഈ മണ്ണ് അവരുടെ അറിയത്തില്ല. ഞാൻ പ്രസംഗിക്കാം. ഞാൻ ഈ പ്രസംഗിക്ക് നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം നിൽക്കുന്ന ഈ മണ്ണിന്റെ അവകാശി അവർക്ക് ഇന്ന് വരെ അറിയത്തില്ല ഈ അവകാശം അവരെന്ന്. അവരുദ്ദേശിക്കുന്ന വേറെ ആരോട് അവകാശമില്ല. അതിൽ അവരെ ബുദ്ധിയെയും മറച്ച് അവരുടെ ചിന്തയെ മറച്ച് ഓർമ്മ മറച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഈ മണ്ണിന്റെ അവകാശിയുടെ ബോധം കൊടുത്തിട്ട് ആ മണ്ണിനെ ആ അവകാശിക്ക് തന്നെ കർത്താവ് മട കൊടുക്കുന്നു. അത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ കൺവെൻഷനെ തെളിവായിരിക്കുന്നു. അത് റെക്കോർഡ് ചെയ്തു. അത് ഈ കൺവെൻഷൻ സ്പോൺസർ ചെയ്ത വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. അതേ ആ കുടുംബം 2 പ്രാവശ്യം കേട്ടു. അവരന്ന് സ്ഥലത്തില്ല, അവർ മറ്റൊരു രാജ്യത്തിലാണ്. അവര് പല ആവർത്തി കേട്ടപ്പോൾ മനസ്സിലായി ഇതിനകത്തൊരു വെളിപ്പാട് കിടപ്പുണ്ടല്ലോ. അവരെന്തറിയാമോ, എൻ്റെ നമ്പർ എടുത്ത് സംഘാടകർ നന്ദി ചോദിച്ചു വിളിച്ചു. പാസ്റ്റർ ഇങ്ങനെ ഒരു മെസ്സേജ് പാസ്റ്റർ പറഞ്ഞു. പാസ്റ്റർ അതിൻ്റെ വ്യക്തത പറയാമോ? ഞാൻ പറയും ഇങ്ങനെ ഒരു വെളിപ്പാട് ഞാൻ പ്രസംഗ സമയത്ത് തന്നു. അതിൻ്റെ അവകാശിയിലെ കയ്യിലേക്ക് പോയി പോവുകയാണ്. കോടികൾ വരുന്ന വിലയാണ്. നാട്ടുകാർക്ക് പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം ഇന്ന വ്യക്തിയുടെ അവർ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല അവരുടെ വകയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആദ്യം ഒരു കാര്യം ചെയ്യും, അടുത്തിരിക്കുന്ന സർവേ നമ്പർ നോക്കിയിട്ട് ഇതിന്റെ പഴയ ചരിത്രം എടുക്കാൻ പറഞ്ഞു. ചരിത്രം എടുത്തപ്പോഴാണ് മനസ്സിലായത് 4 തലമുറയ്ക്ക് മുമ്പിലുള്ള വ്യക്തിയുടെ വകയാണ്. പക്ഷേ വർഷങ്ങളായിട്ട് അവരുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. നിങ്ങൾക്കറിയാമോ, കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞതുകൊണ്ട് ആ കാര്യം അവരുടെ കയ്യിൽ ലഭിച്ചു. അപ്പൊ അവർ നാട്ടിൽ വന്നു. വില്ലേജ് ഓഫീസിൽ പോയി അതിന്റെ ഡോക്യുമെന്റ്സ് മൊത്തം എടുത്തു. ഡോക്യുമെന്റ്സ് എടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരുടെ കാര്യം. രാജാക്കന്മാരുടെ കാലത്ത് മുദ്രപത്രമായിരുന്നു. എടുത്ത വ്യക്തി പറഞ്ഞു, മേഡം ഇത് നിങ്ങൾ ലാബിലിട്ട് സൂക്ഷിക്കുക, ഞാൻ ഇത് പകർപ്പ് തരാം. ഇത് ചരിത്രമാണ്. ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിനകത്ത് ആദ്യത്തേതാണ് ഇന്ന രജിസ്റ്റർ. ഈ ഒരു മകൾ അവരെ കൊടുത്തു. അപ്പൊ എന്നോട് പറയാണ്, പാസ്റ്റർ പറ ഈ പ്രശ്നം എത്ര നാളുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും 4 തലമുറകളായിട്ട് പെൻഡിങ് ആ വിഷയം, അതിന് വീണ്ടും ഒരു 5-6 വർഷം എടുത്തെങ്കിൽ അത് ക്ലിയറായി വരത്തുള്ളൂ പറഞ്ഞു. അപ്പോഴവർ കർത്തൃത്വങ്ങളുടെ അധികാരമുള്ള കഥ, ദൈവത്തിന്റെ ആത്മശക്തിയാണ് വെളിപ്പെട്ടു ഒരു തെളിവെന്ന് പറഞ്ഞു. അതിനെ 1 മാസം കൊണ്ട് ക്ലിയറായി എൻ്റെ കൈ കെട്ടി പാസ്റ്റർ. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരം സ്വർഗീയമായ അധികാരം എന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ നന്മയെ പിടിച്ചു വച്ചിരിക്കുന്ന ചില അവകാശമുണ്ടല്ലോ. സ്വതം പറഞ്ഞേ, നമുക്കറിയാം ഇവിടെ അശോക് ചാൻ ലാലിയാൻജിയും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് അവർ പ്രാർത്ഥിച്ച് തിരുവനന്തപുരത്തിന് കാത്തിരിക്കുകയാണ്. പ്രിയ ആവിശ്വത്ര പ്രിയാന്റിയും അതുപോലത്തെ ഒരു വിഷയമായിട്ട് അവരും ഇരിക്കുകയാണ്. രണ്ടുപേരും സെയിം വിഷയത്തിനകത്താണ് ഇരിക്കുന്നത്. ഞാൻ നമ്മുടെ ഈ വെളിപ്പാട് കൈമാറുകയാണ്. നിങ്ങളുടെ ഒരു പിടി മണ്ണിന് പിശാചിന് അവകാശമായി കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളുടെ അവകാശം നിങ്ങളുടെ കൈ തന്നെ തരും. കരമടിച്ചു പറഞ്ഞാട്ടെ, സകല കർത്തൃത്വങ്ങളുടെ മേലും അവകാശം പറഞ്ഞു. സകല കർത്തൃത്വങ്ങളുടെ മേലും പറഞ്ഞ കരമടിച്ചു പറഞ്ഞാട്ടെ, അവൻ സകല അവകാശങ്ങളെയും പോലെ അവൻ വശീകരിച്ചു. ഈ അവകാശങ്ങൾ ഉയർത്തി അടിച്ചു മാറ്റുന്ന അവകാശങ്ങൾ ഇന്ന് രാവിലെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ അവകാശം നമ്മുടെ കയ്യിലേക്ക് ദൈവം മടക്കി തരുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന വിജയമാണ്. ഈ പ്രാർത്ഥന വിടുതലാണ്. ഈ പ്രാർത്ഥന അത്ഭുതമാണ്. ഈ പ്രാർത്ഥന മറുപടിയാണ്. ഈ പ്രാർത്ഥന താമസിക്കാൻ പാടില്ല. താമസിക്കാൻ പാടില്ല. താമസിക്കാൻ പാടില്ല. സകല അവകാശങ്ങളും അവർക്ക് മടങ്ങുവട്ടെ. ആ അധികാരം ക്രിസ്തുവിൽ എനിക്ക് നൽകിയിട്ടുണ്ട്. അധികാരം ഞാൻ ഇന്ന് രാവിലെ പരസ്യമായി ഈ വർഷം പ്രാർത്ഥന ഉപയോഗിക്കുക. ഇനി ഒന്ന് നമ്മുടെ നന്മയെ കർത്തൃത്വം നടത്തി കൊണ്ടുപോകാൻ നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, നമ്മുടെ ഭാവിയാകട്ടെ, ഉയർച്ചയാകട്ടെ, ഒന്നും അത്രയ്ക്ക് നാം അധികാരസ്ഥരായി മാറും. ഇത് 6ാമത്തെ പോയിന്റാണ്. 7ാമത്തെ പോയിന്റ് അവസാനത്തെ വായിച്ച വാക്യം എന്താണെന്നറിയാമോ? ഏതാണ്? വാഴ്ചകൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ എന്ന വാക്ക്. വായുന്ന കേട്ട് വാഴ്ചകൾ ഇതെല്ലാം എഫെസ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പദങ്ങൾ പോയത്. ഞാൻ അവിടെ ഒന്നും ഡീപ് മെസ്സേജിലല്ല പോയത്.
നമുക്ക് വേണ്ടത് മാത്രം വാഴുന്ന അധികാരങ്ങൾ. നോക്കണം, എത്രാമത്തെയാണ്? 7ാമത്തെ വിഷയം. എന്താണ്? വാഴുക. അപ്പോൾ സകല നന്മകൾ നീയ വാഴുക. സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. ആര് വാഴണം? ഞാൻ വാഴണം. അതുകൊണ്ട് നമ്മൾ വാഴും എന്നുള്ള ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ ആരാ വാഴുന്നത്? സാത്താൻ വാഴുകയാണ്. ആര് വാഴണം? നമ്മൾ വാഴണം. പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ വാഴുന്ന പൈശാചികഘട്ടം. ഞാൻ ഈ മെസ്സേജ് എടുക്കുമ്പോൾ അലറി നിലവിളിച്ചുകൊണ്ട് ഭൂതം വളർന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ വിഷയമാണ്. വാഴുക, കുഞ്ഞുങ്ങളിൽ വാഴുക, കുടുംബത്തിൽ വാഴുക, നന്മയിൽ വാഴുക, ശുശ്രൂഷകളിൽ വാഴുക, സകല ഭൗതിക വിഷയത്തിൽ വാഴുക. അവ അങ്ങനെ വാഴുന്നിട്ട് ബൈബിളിനകത്ത് ഇഷ്ടംപോലെ ആശയങ്ങളുണ്ട്, ദൂതുകളുമുണ്ട്. അവ ഇനി ആരും വാഴാതിരിക്കാൻ തക്കവണ്ണമുള്ള വെല്ലുവിളി മുഴക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പറഞ്ഞ വാഴുന്ന ശക്തിയോടെ ഇന്ന് രാവിലെ നാം കൽപ്പിക്കണം, നീ വാണതൊക്കെ മതി, നിന്നെ പണിക്ക് പോകണം. എന്ത് പറയണം? പറ, കാലിന് പറ, നീ ഇത്ര നാൾ വാണത് മതി. ഞങ്ങൾ പൊട്ടനാക്കി മാറ്റി, ഞങ്ങൾ ആരാക്കി ചരനാക്കി മാറ്റി, ഞങ്ങൾ ഭോഷനാക്കി മാറ്റി. എന്നിട്ട് നീ അങ്ങ് വാങ്ങണം. ഇനി നീ അങ്ങനെ എന്ത് ചെയ്യണ്ട, ഞങ്ങളെ പൊട്ടനാക്കിയിട്ട് വാഴണ്ട. സർവാധികാരി യേശു ക്രിസ്തു എന്നിൽ വാഴുന്ന കാലം അത്രയും ക്രിസ്തുവിന്റെ അധികാരം എനിക്ക് തന്നുകൊണ്ട് ക്രിസ്തുവിന്റെ അവകാശം കൂട്ടവകാശിയാക്കി തീർന്നുകൊണ്ട് ആ വർഷങ്ങളായിട്ട് വാഴുന്ന വാഴ്ച അധികാരത്തെ ഇന്ന് രാവിലെ ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ഒഴിപ്പിക്കുവാൻ തക്കവണ്ണം കരവരിച്ചു പറഞ്ഞാട്ട് നന്മയെ വാഴുന്ന വാഴ്ചകള് യേശുവിന്റെ നാമത്തിൽ ആ ശാപങ്ങൾ, ഭാവങ്ങൾ, ആവശ്യ വ്യാപരിക്കുന്ന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതിനെ ശാപത്തെ മാറ്റുകയാണ്. നാമത്തെ നമ്മെ പ്രൊജക്ട് ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മളെ മുൻപന്തിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് പ്ലാൻ ചെയ്യുമ്പോൾ, നാം ഒരിക്കൽ പോലും മുൻപന്തിയിൽ വരരുത്, മുന്നേ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ മല പോലെ വാഴ്ന്നിരിക്കുന്ന ആ വാഴ്ചകെട്ടിന് ഇന്ന് രാവിലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മാസം പ്രാർത്ഥനയിൽ പരസ്യമായി ആ ശാപത്തെ ശാസിച്ച് ആ മാസം പ്രാർത്ഥനയിൽ ഈ ഇത്ര 7 ശക്തികളെ ശക്തമായി പുറത്താക്കുമ്പോഴാണ് 28ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടി വായിച്ചത്. 1:28ാമത്തെ വാക്യം, കൊലോസ്യർ 1:28ാമത്തെ വാക്യം ഒരു പ്രാവശ്യം. അപ്പോ ഈ ഇത്ര ശക്തികളുടെ ഡ്യൂട്ടി എന്തായിരുന്നു? പറഞ്ഞ നാം ചിന്തിച്ച ഈ ശക്തികളെത്ര ഡ്യൂട്ടി എന്തായിരുന്നു? ഒരു മനുഷ്യൻ ആരാകരുത്. വിദ്യാഭ്യാസം തുടങ്ങിയാൽ അതിനെ മുഴിപ്പിക്കരുത്, കുടുംബജീവിതം തുടങ്ങിയാൽ അതിനെ മുഴിപ്പിക്കരുത്, ശുശ്രൂഷ തുടങ്ങിയാൽ അതിനെ മുഴിപ്പിക്കരുത്. എന്ത് നന്മ ആയുസിനെ പോലും അദ്ദേഹത്തിന്റെ തികയ്ക്കാൻ സമ്മതിക്കത്തില്ല. സായുസിനെ മധ്യ എന്ത് ചെയ്യാൻ എടുക്കുന്ന വെല്ലുവിളികൾ ഇങ്ങനെ മുഴിപ്പിക്കാത്ത പിശാചിനെ കെട്ടില്ല. പക്ഷേ കർത്താവ് പറയുന്നു 1-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യത്തിൽ അതിനെ കെട്ടിനഴിച്ചു, അധികാരത്തെ അഴിച്ചു ക്രിസ്തു നാമത്താൽ. പക്ഷെ 28-ാമത്തെ അധ്യായം വായിക്കുന്നു വന്നപ്പോൾ കർത്താവ് പറഞ്ഞു വാങ്ങി ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ എന്താക്കി മാറ്റണം? പാപമില്ലാത്തവനായി, ശാപമില്ലാത്തവനായി, മന്ത്രവാദം കെട്ടില്ലാത്തവനായി, ശൗനവാദം കെട്ടില്ലാത്തവനായി, അവന്റെ അവകാശങ്ങളുടെ മേൽ അവൻ പിശാച് തൂങ്ങിക്കിടക്കുന്ന കെട്ടുപൊട്ടിച്ച് അവനെ ആരാക്കി മാറ്റണം? സമ്പൂർണ്ണനാക്കി മാറ്റണം. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താണ്. അതാണ് നമ്മൾ ആ വിഷയം ചിന്തിക്കുമ്പോൾ അവൻ 6000 ഭൂതം പിടിച്ച മനുഷ്യനെ പിശാച് കൊല്ലാൻ തക്കവണ്ണം പ്ലാൻ ചെയ്ത സ്ഥാനത്ത് നിന്നും
എന്ത് ചെയ്തു? യേശു പോയി ആ ഭൂതത്തെ പുറത്താക്കി. ആമേൻ. ആ സ്തോത്രം. ഈ സകല പന്നികളിലേക്കും 6000 ഭൂതം പോയി പന്നികളുടെ കടുത്തൂക്കത്തോട് കടന്നു പോയി ചാകൻ ചത്തു. ഇവൻ ചാകൻ സ്ഥലത്താണ് പന്നിക ചത്തത്. അതാണ് ഞാൻ രാവിലത്തെ മെസ്സേജ് നിങ്ങൾ കേട്ട് കാണും. നിനക്ക് പകരമായിട്ട് ഞാൻ മിസ്രൈമിനെയും കൂശിനെയും ശബയും കൊടുത്തുള്ള വാക്ക്. നിങ്ങൾ കേട്ടായിരുന്ന വാക്ക് കാഷ്വലായിട്ട് കേട്ടോ, ഡീപ്പായിട്ട് കേട്ടോ? വാസ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കേട്ടായിരുന്നു, ഞാൻ ആമയും പറഞ്ഞില്ലെങ്കിൽ എന്താണ്? അങ്ങനെയാണോ? അല്ലല്ലോ. നന്നായി കേട്ടോ? നന്നായി കേട്ടില്ല. നന്നായി കേട്ടില്ല. ജോലി ചെയ്ത് കേട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും വ്യക്തമാക്കാത്തത്. ഞാൻ നിനക്ക് പകരമായിട്ട് മിസ്രൈമിനെയും നിനക്ക് പകരമായിട്ട് കൂശനെയും നിനക്ക് പകരം ശബയെ കൊടുത്തു. നീ മരിക്കുന്ന സ്ഥാനത്ത് ആര് മരിച്ചു? മിസ്രൈമിന്. നീ മരിക്കുന്ന സ്ഥാനത്ത് ആര് മരിച്ചു? കൂശൻ മരിച്ചു. നീ മരിക്കുന്ന സ്ഥാനത്ത് ആര് മരിച്ചു? ശബ മരിച്ചു. പക്ഷേ നീ ഇന്ന് ജീവനിരിക്കുന്ന കാര്യം ആമൻ തകർന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ മനുഷ്യനെ ഇവ മരിക്കുന്ന സ്ഥാനത്ത് പന്നിയെ മരിച്ചു. പക്ഷെ പിന്നെ എന്തൊരു പറയുന്നത്, ആ വീട്ടിൽ പോയിട്ട് അവൻ്റെ അപ്പനും അമ്മയും അവനെ കാണിച്ച് എല്ലാ യേശുവിനെ അനുഗമിച്ചു. പിന്നെ അവനെ തെക്കപ്പോല ദേശത്തിന്റെ 10 പട്ടണത്തിന് ശുശ്രൂഷകാരായി മേൽനോട്ടക്കാരനാക്കി മാറ്റി. അവൻ ആരാക്കി? അധിപതിയാക്കി മാറ്റി. അത് ഇതറിയാവോ? ഈ കോണിങ് അവന് കിടക്കുന്നത് കൊണ്ടല്ലേ ഈ 6000 ഭൂതം പിടിച്ചവനെ കൊണ്ട് ഒതുക്കിയിട്ടത്. സ്വന്തം ആ വാഴുന്ന വാഴ്ചയെ പൊട്ടിച്ചപ്പോൾ ആ മനുഷ്യനെ, ആ സഹോദരനെ ആരാക്കി? തികഞ്ഞവനാക്കി മാറ്റി, 10 പട്ടണത്തിന്റെ അധിപതിയാക്കി, ശുശ്രൂഷയിൽ മേൽനോട്ടക്കാരനാക്കി ഉയർത്തിയെങ്കിൽ അതിനർത്ഥം പിശാചിന്റെ അധികാരത്തെ അവൻ ശാസിച്ചു, വാഴ്ചയെ ശാസിച്ചു, കർത്തൃത്വത്തെ ശാസിച്ചു, സിംഹാസനത്തെ ശാസിച്ചു. സകലത്തെ ശാസിക്കപ്പെടുന്നത് മാത്രമാണ് അവനെ മടക്കി പ്രാപിക്കാൻ പറ്റുകയില്ല. തലമുറയോർത്ത് കലവടിച്ചു പറഞ്ഞാൽ എന്റെ തലമുറയെ മടക്കി ലഭിക്കണം, എന്റെ കുടുംബത്തെ മടക്കി പ്രാപിക്കണം, എന്റെ ശുശ്രൂഷ മടക്കി പ്രാപിക്കണം, എന്റെ ഉയർച്ച മടക്കി പ്രാപിക്കണം, എന്റെ അവകാശം മടക്കി പ്രാപിക്കണം, എന്റെ നേട്ടം മടക്കി പ്രാപിക്കണം. ആ കർത്തൃത്വത്തെ വാഴ്ചയുടെ അധികാരത്തെ ഞാൻ ഇന്ന് രാവിലെ ശാസിച്ചത് ഏത് മനുഷ്യനും ചെയ്തുകൊടുക്കുന്നതായ ഒരു അധികാരത്തെ ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ മാറി മാത്രമേ ചാടിക്കൊണ്ട് ഇന്ന് രാവിലെ വരുമെന്ന് ഈ രാവിലെ പറയാമോ? അവൻ നമ്മൾ ഉയർച്ച പ്രാപ്തമാനിക്ക് തന്നെ ചെയ്യും. ഞാൻ എൻ്റെ പാർട്ട് സെക്കൻഡ് പാർട്ട് വൈകുന്നേരം ഞാൻ ശുശ്രൂഷിക്കും. അപ്പം ഇപ്പോൾ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്ന വരകത്ത് നമുക്ക് വിഷയങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമുക്കിന്ന് രാവിലെ പറയാം, ഏത് മനുഷ്യനെയും തിരിഞ്ഞു നടക്കണം, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കണം, ഏത് മനുഷ്യനെയും ഉപദേശിക്കണം. അപ്പോൾ ഈ 3 കാര്യം നമ്മൾ ചിന്തിക്കുന്നത് വൈകിട്ട് ചിന്തിക്കാം. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? കർത്താവേ, എനിക്കൊരു ആത്മീയ അധികാരം എനിക്ക് നൽകണം. ഈ 7 വിഷയം ഞാൻ വൈകിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ ആ കാര്യം 7 കാര്യം ചോദിക്കും. 1 സിംഹാസനം, 2 ഭൂമി, 3 ദൃശ്യമായത്, 4 അദൃശ്യമായത്. സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ. ഒന്നത് പറഞ്ഞേ. ഞാൻ ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് ദഹിക്കുന്നത് അറിയണ്ട, ചുമ്മാതെ കേട്ടിട്ട് പോയാൽ പോകില്ല. ഒന്നുകൂടി പറഞ്ഞേ. സ്വർഗത്തിന്റെ അധികാരം, ഭൂമിയുടെ അധികാരം, ദൃശ്യത്തിന്റെ അധികാരം, അദൃശ്യമായ വിഷയത്തിന്റെ അധികാരം, സിംഹാസനത്തിന്റെ അധികാരം, കർത്തൃത്വത്തിന്റെ അധികാരം, വാഴ്ചകൾ. ഈ 7 വിഷയത്തിന്റെ അധികാരം പിതാവ് ദൈവം ആര് കൊടുത്തു? പുത്രന് കൊടുത്തപ്പോൾ നമ്മെ എന്താക്കി? അതിനകത്ത് കൂട്ടവകാശിയാക്കി വെച്ചു. ആ കൂട്ടവകാശി വെച്ചപ്പോൾ ഏത് മനുഷ്യനെയും തിരിഞ്ഞവനാക്കി മാറ്റി, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിച്ചു, ഏത് മനുഷ്യനെ ഉപദേശിച്ചു. ഇത് 3 കാര്യം വന്നപ്പോൾ ഈ നോണ്ടം വന്ന പിശാച് പിന്നെ നോണ്ടം എന്നൊക്കെ ഏകദേശം എന്റെ അകത്തുള്ള വെളിപ്പാട് ഏകദേശം മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കിയ സ്വന്തം പറയാമോ? അപ്പൊ ഏത് മനുഷ്യൻ എന്താക്കി? അപ്പൊ ഇന്നലെ പിശാച് വന്നപ്പോൾ നമ്മെ നോണ്ടി, ഈ ദൂത് പ്രാപിച്ച് വിടുവിക്കപ്പെട്ടപ്പോൾ എന്നെ കാണുന്നില്ല. അവിടെ നമ്മൾ ചില സ്വപ്നം കണ്ടു, ദർശനം കണ്ടുണ്ട്. സിംഹം വരുന്നു, ആന വന്ന് ചവിട്ടിയിട്ട് ഒരു ചേപ്പ് തേച്ചിട്ട് പോന്ന് അലറി വിളിച്ച് പാസ്റ്റേ. അതിനുശേഷം ഉറങ്ങിയില്ല. അടുത്തൊരാൾ പറഞ്ഞു, പാമ്പ്
എന്ത് ചെയ്യാൻ ചുറ്റി ചുറ്റി നിന്നു. ഞാൻ ശ്വാസം അടക്കി ശാസിക്കാൻ നോക്കിയിട്ട് ശബ്ദം വരുന്നില്ല. അത് ഇന്നലെ ആയിരുന്നു. ഈ ദൂത് പ്രാപിച്ച് വിടുവിക്കപ്പെട്ടപ്പോ ഇന്ന് പാമ്പിനെ കാണില്ല, പഴുതാനെയും കാണില്ല, പാറ്റയും കാണില്ല, ആനയും കാണില്ല, എലിയെ കാണില്ല, പുലിയെ കാണില്ല. ഇപ്പോൾ എന്നെ എന്താക്കി മാറ്റി? സകലത്തിന്റെ അധികാരസ്ഥനാക്കി മാറ്റി. കാരണം സ്വന്തം പറഞ്ഞാട്ടെ, ഇതാണ് നമ്മൾ ശുശ്രൂഷയുടെ വിജയം, ഇതാണ് നമ്മുടെ ജീവിത ശുശ്രൂഷയുടെ ഏറ്റവും ശക്തി. ഈ ഉപവാസം ഏറ്റവും വലിയ സന്തോഷം നമുക്കതാണ്. അത് നമ്മൾ പ്രാപിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഉന്മേഷത്തോട് പറയാം, ഇനി എനിക്ക് വരേണ്ടതെല്ലാം വരേണ്ടതുപോലെ വരും, തടയാൻ ആരുമില്ല. അവൻ നമ്മുടെ കണ്ണടയ്ക്കാം. ആ പനത്തു